آمين. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ കൈകൾ ഉയർത്തിയിരിക്കുന്നത് നിന്റെ ദർബാറിൽ വെച്ചുകൊണ്ടാണ്, പരിശുദ്ധമായ ഭൂമിയിൽ വെച്ചാണ്, കഅബയുടെ ചാരത്ത് വെച്ചുകൊണ്ടാണ്, പരിശുദ്ധമായ ഹറമിലാണ്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളുടെയും മഹാന്മാരായ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെയും ഔലിയാക്കളുടെയും പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമേറിയ ഭൂമിയിൽ വെച്ചുകൊണ്ടാണ്, അല്ലാഹുവേ, നിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മണ്ണിൽ വെച്ചുകൊണ്ടാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകാൻ നീ ഭാഗ്യം നൽകിയ പുണ്യമേറിയ മണ്ണിൽ വെച്ചുകൊണ്ടാണ്, എല്ലാ അനുഗ്രഹങ്ങളും സമ്മേളിച്ച ഈ പുണ്യമേറിയ മണ്ണിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ ഈ പവിത്രമായ മജ്‌ലിസിനെ ഫോളോ ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഞങ്ങളുടെ കൂടെ ആമീൻ പറയുന്ന മുത്തുമൂമിനീങ്ങളുണ്ട്, മുത്തുമൂമിനാത്തുകളുണ്ട്. എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. മദനീയം ഒരു ആവേശമായി ഒരു ദിവസം പോലും മുടങ്ങാതെ മദനീയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, പിഞ്ചുമക്കളുണ്ട്. അല്ലാഹുവേ, എല്ലാവരെയും നീ കാണുന്നുണ്ടല്ലോ അല്ലാ, നീ അറിയുന്നുണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ, ചോദിക്കുന്നവൻ പാപിയും ദോഷിയും ഒന്നിനും കൊള്ളാത്തവനും ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളിൽ പെട്ടവനാണെങ്കിലും അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കുന്ന മണ്ണ് ഏറ്റവും പുണ്യമേറിയ മണ്ണാണ്. ആമീൻ പറയുന്നവരിൽ ഒരുപാട് നല്ല മുത്തുമൂമിനീങ്ങളുണ്ട്, മുത്തുമൂമിനാത്തുകളുണ്ട്. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, നിന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന ഒരുപാട് നല്ലവരായ ആളുകൾ ഞങ്ങളെ സദസ്സിലുണ്ട്. എല്ലാവരെയും അല്ലാഹുവേ, ഓരോരുത്തരെയും നിനക്കറിയാമല്ലോ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയവിയും ഉഖ്റവിയും ശാരീരികവും മാനസികവും കുടുംബപരവുമായ എന്തെല്ലാം മുറാദുകൾ അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ അവര് കരുതിയോ, മനസ്സിൽ നീയത്ത് വെച്ചോ, അല്ലാഹുവേ, എല്ലാം പൂർത്തിയാക്കി കൊടുക്കാൻ കഴിവുള്ളവനായ റബ്ബായ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തന്ന് ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ, വെറുതെയാക്കല്ലേ അല്ലാ, വെറുതെയാക്കല്ലേ അല്ലാ. എന്തെല്ലാം നീയത്തുകളാണോ കൽബിലുള്ളത് അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ കാരണം കൊണ്ട് ഖായിബാക്കി മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഓരോരുത്തരെയും നിനക്കറിയാമല്ലോ അല്ലാ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി ഖബറിലുള്ളവരുണ്ട്, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. രോഗികളായ ആളുകളുണ്ട്, ഭർത്താവിന്റെ ബാപ്പയുടെ ഉമ്മയുടെ മക്കളുടെ രോഗങ്ങൾ അല്ലാഹുവേ, എല്ലാം കാമിലായ നിലക്ക് ആജിലായ നിലക്ക് ശിഫയാക്കണേ അല്ലാ. ഹജ്ജിനുദ്ദേശിച്ചവർ, ഉംറക്കുദ്ദേശിച്ചവർ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നൽകണേ അല്ലാ. മക്കളെ കാര്യം ഉദ്ദേശിച്ചവർ നല്ല മക്കളാക്കണേ അല്ലാ, അദബുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ.
അല്ലാഹുവേ മക്കളില്ലാതെ വേദനിക്കുന്നവര് പരിഹാരം നൽകാൻ കഴിവുള്ള റബ്ബേ നീ പരിഹാരം നൽകണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ നീ തുറക്കണേ അല്ലാ. എല്ലാ ഷർറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ആക്സിഡന്റുകളിൽ പെടുത്തല്ലേ അല്ലാ. നടുറോട്ടിൽ ചിതറുന്ന മരണങ്ങൾ നൽകല്ലേ അല്ലാ. കവറുകളിലോ കടലാസുകളിലോ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പെറുക്കിയെടുത്ത് വെക്കേണ്ടി വരുന്ന ഒരു അപകടവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പുളയുന്ന ഒരു മാരകമായ രോഗവും ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനേ. അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ധാരാളം ആളുകൾ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ICUവിൽ കഴിയുന്നവർ ശിഫ കൊടുക്കണേ റഹ്മാനേ. ഭ്രാന്ത് ബാധിച്ചവർ ശിഫ കൊടുക്കണേ അല്ലാ. ശരീരത്തിന് വൈകല്യങ്ങളുള്ളവർ ശിഫ കൊടുക്കണേ അല്ലാ. സംസാരശേഷി നഷ്ടപ്പെട്ടവർ കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. കേൾവി ശക്തി നഷ്ടപ്പെട്ടവർ, ചെവി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ അല്ലാഹുവേ കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് കൈകാലുകൾ തളർന്നു പോയി, ഉസ്താദേ ഹോസ്പിറ്റലിലാണ് എൻ്റെ മോള്, എന്ത് പറ്റിയതാണെന്ന് അറിഞ്ഞുകൂടാ, ഗൾഫിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് പെട്ടെന്ന് കൈകാലുകൾ തളർന്നു പോയി, ഇപ്പൊ നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നവർ കാമിലായ ആജിലായ ശിഫായിനെ കൊടുക്കണേ അല്ലാ. എൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണേ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണേ, എൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അറിയിച്ചവർ കാമിലായ നിലക്കുള്ള പരിഹാരം നൽകണേ റഹ്മാനെ. വിവാഹപ്രായമായ ആണിനും പെണ്ണിനും നല്ല ലാഹിഖായ ഖൈറായ ബന്ധങ്ങൾ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമൂമിനീങ്ങൾ മുത്തുമൂമിനാത്തുകൾ സർവരുടെ മുറാദുകളും ഹസ്വലാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ, കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. കിട്ടാനുള്ളത് ഞങ്ങളെ കയ്യിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഒരു മാരകമായ പ്രയാസങ്ങളും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ കച്ചവടത്തിലും ബിസിനസ്സിലും നീ ഞങ്ങൾക്ക് വലിയ ബറക്കത്തുകൾ നൽകണേ അല്ലാ. ഉദ്ദേശിച്ച ഒരുപാട് മുറാദുകളുണ്ട്, എല്ലാം നീ ഞങ്ങൾക്ക് റാഹത്തിലാക്കി തരണേ അല്ലാ. ഗൗസുൽ ആലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്ന മുറാദുകൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ, പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ. കിട്ടാനുള്ളത് ഞങ്ങളെ കയ്യിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുന്ന മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് അതിനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഖൈബാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സൽക്കരിച്ചവർ, ഞങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. മുറാദുകൾ നീ ഹസ്വലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് തവണ ഈ മണ്ണിലെത്താനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ഖദീജ ഉമ്മാനെ സിയാറത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവെടിയരുതേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണസമയം നന്നാക്കണേ അല്ലാ. മരണം മദീനയിൽ വെച്ചാക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീൽ ഞങ്ങൾക്ക് നീ ഇടം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഖുതുബിയ്യത്തിന്റെ മജ്ലിസ് വലിയ ഫലമുള്ള മജ്ലിസാക്കണേ അല്ലാ. അതിലേക്ക് ആടുകൾ നേർച്ചയാക്കിയവർ, പലതും നേർച്ചയാക്കിയവർ, അല്ലാഹുവേ അഹ്ലു ബൈത്തിന് വേണ്ടി കൊടുത്തവർ എല്ലാവരുടെ മുറാദുകളും നീ ഹസ്വലാക്കണേ അല്ലാ. ഹലോ കേക്കാവോ? ഹലോ അല്ലാ.
ഇന്നലെ കൊടകിൽ നിന്ന് സൈനബ എന്ന് പറയുന്ന ഒരു ഉമ്മ സ്വർണത്തിന്റെ മനോഹരമായൊരു കൈച്ചെയിന് അള്ളാഹുവേ നിന്നാണ് എൻ്റെ ഓർമ്മ. യാ അല്ലാഹ്, സ്വർണത്തിന്റെ നല്ല തൂക്കമുള്ള സാധനം അഹ്ലുബൈത്തിന്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി തന്നു. അങ്ങനെ എത്ര ആളുകൾ സ്വർണങ്ങൾ തന്നവര്, ചെയിനുകൾ തന്നവര്, എല്ലാവരുടെ മുറാദുകളും നീ